നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിന് ഉണ്ടാന്ന് പറയും. അപ്പോൾ നമ്മൾ പുഴുങ്ങലരി കുതിർത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഉണ്ടയും മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങലരി കുതിർത്തതാണ്. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കൊന്ന് പൊടിച്ചത് പറഞ്ഞാൽ നൈസായിട്ട് പൊടിക്കലല്ല, കുറച്ച് തരി വേണം. അപ്പോൾ അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞാൽ മതി, ഇതുപോലെ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ കുറച്ച് അരി നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് അരി എന്താ വെച്ചാൽ നമുക്കതെല്ലാം കൂടെ കുഴച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ലാസ്റ്റിൽ പേസ്റ്റ് പോലെ അരക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ചേർക്കാം. ചെറിയ ജീരകവും പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മാവും കൂടെ കുഴച്ചിട്ട് നല്ല ഉണ്ടയാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. നമുക്ക് നോക്കാം. അപ്പോൾ ആ അരി ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും വേണം. ഈ തേങ്ങ ചിരകിയതും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുഴച്ച് കഴിയുമ്പോൾ നമുക്കിത് ഉണ്ടയാക്കാൻ പറ്റണം, ചെറിയ ഉണ്ടയാക്കാൻ പറ്റണം. എന്നിട്ട് നമ്മൾ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിലതൊരു പ്രധാനപ്പെട്ട ഒരു പലഹാരം തന്നെയാണിത്, ഉണ്ടാന്ന് പറയുമ്പോൾ. ഉണ്ടാന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ മീൻകറി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്പെഷ്യലാണെന്നുള്ളൂ. ഉണ്ടയും മീൻകറി എന്ന് പറഞ്ഞാൽ ഒരു വിശേഷപ്പെട്ടൊരു സാധനം തന്നെ. അല്ലെങ്കിൽ ചില ആൾക്കാർ ചമ്മന്തിയും കൂടെ ആക്കും ഇതിൻ്റെ കൂടെ, ചമ്മന്തി. മീൻകറിയാണ് ഇതിൻ്റെ ഉണ്ടാന്ന് പറയുമ്പം തന്നെ കൂടെ വരുന്നത് മീൻകറിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടത് ഉണ്ടയാക്കാൻ പറ്റണം. ഇതാണ്ടോ, നമുക്കിതിങ്ങനെ ഉണ്ടയാക്കാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഉണ്ടയാക്കിയിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീമിൽ ആവിയുടെ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഉണ്ടയുടെ സൈസ് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം, വലിയത് വേണമെങ്കിൽ വലിയതാക്കാം. ഇഷ്ടത്തിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ തന്നെ ആക്കിയിട്ട് കുറച്ച് സമയം അത് ആവിയിൽ വെന്ത് വരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സവാള, ചെറിയ ജീരകം അതിൻ്റെ എല്ലാം ഒരു ചൊവയുണ്ടാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചുറ്റുമാക്കിയിട്ട് വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ ഉണ്ട്. ഇത് നൈസായിട്ട് പൊടിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇത് കുറച്ച് പൊടി തരി വേണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇത് പുഴുങ്ങലരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ കേട്ടോ, അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടുക്ക് വെച്ചത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്കത് പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെടുത്ത് ഞാൻ സൈഡിലോട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
ഉണ്ടയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാം.